വന്ദേ മാതരം വന്ദേ മാതരം ചീഫ് സെക്രട്ടറിയുടെ ഒരു കത്തുണ്ടായിരുന്നു. ഇത് പിൻവലിച്ചു. അല്ല, അത് തുടക്കത്തിലേ പറഞ്ഞല്ലോ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം പാടുന്നത്. അത് മുഴുവൻ ഈരടികൾ പാടി. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി കള്ളമായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് മുഴുവൻ ഈരടികൾ പാടുമെന്ന് അറിഞ്ഞില്ല എന്നായിരുന്നു. ഇതിന്റെ ടൈം ഷെഡ്യൂൾ നേരത്തെ കൊടുക്കും. ടൈം ഷെഡ്യൂളിൽ 3 മിനിറ്റിൽ അധികമാണെങ്കിൽ ഒരു സംശയമില്ലാതെ അത് മുഴുവൻ ഈരടികളും പാടുന്നതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ആളൊന്നല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി. അത് അറിഞ്ഞിട്ട് വന്നൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തി. പിന്നീട് ഞങ്ങൾ പ്രതിപക്ഷവും കേരളത്തിന്റെ മതനിരപേക്ഷ സമൂഹം അത് ഗൗരവമായിട്ട് ഉന്നയിച്ചു. UDF-നകത്ത് വലിയ നിലയിൽ പ്രശ്നം വന്നു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വന്ദേ മാതരം മുഴുവൻ ഈരടികളും പാടുന്നത് ബഹുസ്വര സമൂഹത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞു. യഥാർത്ഥ ഹിന്ദു മതവിശ്വാസികൾ ഒരിക്കലും ഇതിനെ അംഗീകരിക്കില്ല. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായിക്കൊള്ളട്ടെ, അവരുടെ വിശ്വാസം മറ്റു മതങ്ങളെ അടിച്ചേൽപ്പിക്കാൻ പ്രത്യേകിച്ച് സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിക്കുന്ന രീതിയോട് യോജിക്കാത്തവരാണ് ഇന്ത്യയിലും കേരളത്തിലും മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും. അത് സെക്യുലർ ഇന്ത്യയുടെ പ്രത്യേകതയാണ്, മതനിരപേക്ഷ കേരളത്തിന്റെ ഒരു പ്രാധാന്യമാണ്. ഇത് വിവാദമായി. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു നിലപാടില്ല. മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാവ് വന്ദേ മാതരം മുഴുവൻ ഈരകളിൽ നിന്നും പാടിയപ്പോൾ എഴുന്നേറ്റ് പോയ ആളാണ്. CD സാഹിബ് ഉൾപ്പെടെ നമ്മുടെ മുമ്പിൽ ഉദാഹരണമായിട്ടുണ്ട്. ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട്ട് തങ്ങളും മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ മുഴുവൻ ഈരടികളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പാടിയപ്പോൾ ഒരു അക്ഷരം അതിനെതിരെ പ്രതികരിച്ചില്ല. പിന്നീട് ഇത് വിവാദമായപ്പോഴാണ് നിയമസഭയിൽ ഗവർണർ വന്നപ്പോൾ ഞങ്ങളതിൽ 2 ഈരടികൾ കഴിഞ്ഞുള്ള ഈരടികൾ വന്നാൽ എന്ത് ചെയ്യണമെന്ന് നിശ്ചയിച്ചിട്ടായിരുന്നു പ്രതിപക്ഷം അവിടെ നിന്നത്. പക്ഷേ 2 ഈരടികൾ വെച്ച് അവിടെ അവസാനിപ്പിച്ചു. ഇപ്പോൾ ഇതാ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് വരികയാണ്. ചീഫ് സെക്രട്ടറിയുടെ ഇങ്ങനെ ഒരു ഉത്തരവ് വളരെ ഗൗരവമുള്ള വിഷയമാണ്. മുഖ്യമന്ത്രിയും ഗവൺമെന്റും അറിയാതെ ചീഫ് സെക്രട്ടറിക്ക് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ വേണ്ടി പറ്റില്ല. ഇത് മറ്റു കർശന നിർദ്ദേശത്തിന്റെ ഭാഗമാണെന്ന് മറ്റു മന്ത്രിമാർ പറയുന്നതും തെറ്റാണ് എന്നിപ്പോൾ വന്നിരിക്കുകയാണ്. ഇത് നമ്മൾ കൂട്ടി വായിക്കേണ്ട പ്രശ്നമാണ്. കേരളത്തിൽ BJP-യുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണമാണെങ്കിൽ എന്തൊക്കെയാണോ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ തന്നെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതൃത്വത്തിലുള്ള UDF ഗവൺമെന്റ് സമയത്ത് നടപ്പിലാക്കുന്നു എന്നുള്ളതിന്റെ സീരീസ് ഓഫ് ഇഷ്യൂസിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണ് ഈ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട ഈ ഓർഡർ.